ഹായ് ഗൈസ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ മഡോസിനടുത്തുള്ള രണ്ടാമത്തെ സ്റ്റോറേജ് സ്പേസിൽ ഇവന് ഒന്ന് മാറാവോ അവിടത് ഇന്ന് നമുക്ക് മഡോസിൽ പോയിട്ട് അവിടുത്തെ രണ്ടാമത്തെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് പുല്ലിടണം. ഇന്ന് നമ്മുടെ പരിപാടി അതാണ്. അത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ അവിടെ പുല്ലിട്ട വീഡിയോ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, രണ്ടാമത്തെ ചെടി കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൈ കൊണ്ട് പറിച്ചിട്ട് പോയിട്ട് അത് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം വേരോടുകൂടി പറിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത്. അതേ കിടന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂവ്. ഗൈസ്, നമ്മൾ കർഷകനായിരിക്കുകയാണ്. കർഷകൻ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന ആ വള്ളിച്ചെടി ഉണ്ടല്ലോ, ആ ഓറഞ്ച് കളർ ഉണ്ടാകുന്നത്, അത് നമ്മൾ ഈ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുഴിച്ച് വെച്ചു കേട്ടോ. ഇതാദ്യമേ നമ്മൾ കൊണ്ടേ കുഴിച്ച് വെച്ചതാണ് നിങ്ങൾ കാണുന്നത്. വേണ്ട, ഇതൊരുടെ കരിഞ്ഞു പോയി, ഇതൊരുടെ കരിഞ്ഞു പോയി, ഇത് വേറെ ഒരെണ്ണം കരിഞ്ഞു പോയി. അങ്ങനെ ഇതിന് ഫുള്ള് നമ്മൾ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടേ. കണ്ട, അവിടെയാണ് കൊണ്ട് നട്ടു വെച്ചേക്കുന്നത്. നമ്മൾ ഇന്നലെ കൊണ്ട് നട്ടു വെച്ചാൽ കേട്ടോ. ഈ കാണുന്ന ചെടി കണ്ടോ, ഇത് ഇന്നലെ കൊണ്ട് നട്ടു വെച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ല. പിന്നെ അവിടെ ഒരു പുല്ലിൻ്റെ ഐറ്റ്, അതിന് ഓൾറെഡി വേരും ഉണ്ടായിരുന്നു. വേരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് നിൽക്കുക. വേരില്ലെങ്കിൽ ഭയങ്കര പാടാണ് നിൽക്കാൻ. പിന്നെ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ രീതി നിങ്ങൾ കണ്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു തരം മണ്ണാണ് ഇത്. ചുമന്ന മണ്ണെന്ന് പറയും കേട്ടോ. വെള്ളം കുറവുള്ള മണ്ണാണ് ചുമന്ന മണ്ണ്. അതാണ് നമ്മളിവിടെ കൂടുതൽ. തിരുഹൃദയോ? അതേത് ഹൃദയം? ഇതാണോ? ഓ ഗായ്സ്, ഇതിൻ്റെ പേരെന്താണെന്നറിയോ? തിരുഹൃദയം. അയ്യോ എൻ്റെ ദൈവമേ, ആരീ പേരൊക്കെ ഇടുന്നു? വെറൈറ്റി അല്ലേ ഇന്ന്? ഇത് ഹൃദയത്തിൻ്റെ ആകൃതി ആരാടാ പറഞ്ഞത്? വന്നാടാ, ഇങ്ങോട്ട് വന്നാടാ ടിപ്പു. ഓ, എന്ത് നല്ല അനുസരണയാണ് നോക്കിക്കേ. ഓ, അധികം പോകാ അവിടുന്ന്. ആ മതി, ചുമ്മാ വിളിച്ചതാ. ഗാർഡനിങ് കണ്ട് എൻജോയ് ചെയ്ത് കിടക്കുവാണ് ഗൈസ് ടിപ്പു. ഓ മൈ ഗോഷ്. ഹായ് ഗൈസ്, 2 പ്രാവശ്യം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. 2 പ്രാവശ്യം പാളിപ്പോയി. ഒരു പ്രാവശ്യം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, വേറൊരു പ്രാവശ്യം ക്യാമറ തിരിഞ്ഞു പോയി ഗൈസ്. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളുടെ അടുത്ത് പറയാവേ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ഷോട്ടിൽ കൂടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മഡോസിന് പറ്റിയ ഒരു പേര് സജസ്റ്റ് ചെയ്യാവുന്നത്. അപ്പം അതിനകത്ത് കുറേ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ മഡോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണല്ലോ, അപ്പോൾ അതുമായിട്ട് ഒത്തുചേർന്ന് അങ്ങോട്ട് പോകാത്തൊരു പേരായിരുന്നു. ആദ്യമേ ഞാൻ വിചാരിച്ചത് തറവാട് എന്നുള്ളൊരു പേരിട്ടാലോ എന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് തറവാടെന്ന് പറഞ്ഞ കള്ളുഷാപ്പാണ് എന്ന്. അതിനുശേഷം താഴെ വീടെന്ന് പറഞ്ഞൊരു പേരിട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി താഴെ വീടും അങ്ങനെ എന്തോ വരുന്ന പേരാണ്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത വേറെ നല്ല അടിപൊളി പേരുകളുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേര് തന്നെ എനിക്ക് ഒരു ട്രാവൽ കമ്പനിക്ക് ഇടാൻ പറ്റുന്ന ഒരു പേര് കൂടെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ഞാൻ കുറേ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾക്ക് പറ്റിയൊരു സാധനം കൊണ്ട് കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനെ പേരിടൽ ചടങ്ങുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു കില്ലാടിയൊക്കെ ആണെങ്കിൽ പ്ലീസ് മെൻഷൻ സം നെയിംസ് എക്സെപ്റ്റ് തറവാട് ആൻഡ് താഴെ വീട്. മുകളിൽ നമ്മൾ പുല്ലിട്ടിട്ടുണ്ടല്ലോ, ആ പുല്ല് കുറച്ച് ടൈറ്റാക്കി സെറ്റ് ചെയ്യാൻ പോകണേ. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേ ഇവിടെ അത്യാവശ്യം ഒരു ക്ലിഫ് രീതിയിലാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതൊന്ന് കയറൊക്കെ വെച്ച് കെട്ടി വെക്കണം, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ അത്ര സേഫ് ആയിരിക്കില്ല. പിന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് പുല്ലും കൂടി ഇട്ട് കൊടുക്കണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇതിന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഗൈസ്, നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓ, കിട്ടിയോ? മിഷൻ സക്സസ്ഫുൾ. കയറ് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ പറന്നുല്ലോ കാറ്റ് വരുമ്പോഴത്തേക്കും. ഈ കയർ എന്നാന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ തെങ്ങയിൽ ഉണ്ടാകുന്ന കയറില്ല, ആ പ്ലാസ്റ്റിക് കയറല്ല കേട്ടോ. അതും ഈ ടൈപ്പ് നോർമൽ കയർ തന്നെയാണ്, പ്ലാസ്റ്റിക് അല്ല. നമ്മൾ പുല്ല് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പുല്ല് കെട്ടാനുണ്ട് മുകളിൽ. പിന്നെ അതിനകത്തൊരു കമ്പ് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. സോ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഫിനിഷ് ആയിട്ട് ഞാൻ നിങ്ങളെ മോൾ ഭാഗം കാണിക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ടിപ്പ് പോകുന്ന കേട്ടോ.
ഓ നിങ്ങൾക്കൊന്നും കാണത്തില്ലല്ലേ യോഗാസനമാണ് യോഗാസനം